നമസ്കാരം. പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ്, അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, സർക്കാരിന്റെ ഖജനാവിൽ കഴിഞ്ഞ കുറെ കാലമായി സാമ്പത്തികത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു രൂപയില്ല. പൂച്ച പറ്റി കിടക്കുകയാണെന്നും പുല്ല് കൊരുത്ത് കിടക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഒരു വികസന പ്രവർത്തനമോ ഒന്നും നടത്താൻ പറ്റുന്നില്ല എന്നും പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പരിതപിക്കാൻ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല, ഒരു രൂപ പോലും പെൻഷൻ കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിലും അഹങ്കാരത്തിന് യാതൊരു ഒരു കുറവുമില്ല എന്നുള്ളതാണ് വസ്തുത. വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. സർക്കാർ അങ്ങോട്ട് മാറി നിന്നാൽ മതി, സർക്കാരിന്റെ ഖജനാവിൽ പണമില്ല എന്നുണ്ടെങ്കിൽ അഭിമാനത്തിന്റെ കാര്യമൊന്നും തൽക്കാലം ചിന്തിക്കണ്ട, ഞങ്ങൾ മലയാളികൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, ഞങ്ങൾ കൈപിടിച്ചോളാം, സർക്കാരിന് കൈതരുന്നു എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വീട് നഷ്ടപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും വീടും വേണമെങ്കിൽ സ്ഥലവും കൈകാര്യം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് ഈ സാധുക്കൾ മലയാളികൾ പലതുള്ളി പെരുവെള്ളം എന്ന മട്ടിൽ സ്വരൂപിച്ചു കൊടുത്തിട്ടുള്ള 800 കോടി അത് ധൂർത്തടിച്ചുകൊണ്ട്, അത് ഊരാളുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ അത് ധൂർത്തടിച്ച് കുറച്ചൊക്കെ അതിൽ നിന്ന് കൈയിട്ടും വാരി ഈ രസിക്കുന്നത് അഹങ്കാരമല്ലാതെ പിന്നെന്താണ്? നമ്മൾ കണ്ടത് റേഷൻ വാങ്ങാൻ പോലും പണമില്ല. റേഷൻ വിതരണം നടക്കാതെ കഴിഞ്ഞ ദിവസം സമരം നടക്കുന്നത് കണ്ടു. KSRTC കഴിഞ്ഞ ദിവസം സമരം നടത്തുന്നത് കണ്ടു, ശമ്പളം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ക്ഷേമ പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ചട്ടി കൊണ്ട് ഇറങ്ങിയതും കോഴിക്കോട് പലരും ആത്മഹത്യ ചെയ്തതൊക്കെ നേരത്തെ. അതുപോലെ കാർഷിക മേഖല ഒക്കെ തകർന്നു കിടക്കാണ്, ഒരു രൂപയില്ല. ഈ ഒരു അവസ്ഥയിൽ സർക്കാരിന്റെ ഖജനാവിൽ പൂച്ചയും പെറ്റ് പുല്ലും കുരുത്ത് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ 100 രൂപയുടെ വരുമാനം ഖജനാവിലേക്ക് എത്തുന്ന വിധത്തിൽ, നികുതി വരുമാനമോ മറ്റേതെങ്കിലും വരുമാനമോ ഖജനാവിലേക്ക് എത്തുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി ഈ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ 100 രൂപ ഖജനാവിൽ എത്താനുള്ള ഒരു പദ്ധതി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഏറ്റവും രസം എന്താണെന്നറിയോ? 100 രൂപയുടെ പദ്ധതി ഇല്ല എന്നുണ്ടെങ്കിലും 100 കോടി രൂപ മുടക്കി ഇവിടെ കാറ് വാങ്ങി രസിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ധനമന്ത്രി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ മന്ത്രിമാരും ഇപ്പൊ നിലവിലുള്ള കാറുകളൊന്നും പോരാ, മന്ത്രിമാരായാലും MLA-മാരായാലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരായാലും ഇവരെല്ലാം ഇനി 100 കോടി രൂപ മുടക്കി ഇനി കാറുകൾ വാങ്ങി അതിനകത്ത് ഇരുന്ന് രസിക്കും. ഏതായാലും ഭക്ഷണം കഴിക്കാൻ വകയില്ല എന്നുണ്ടെങ്കിലും ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്നുണ്ടെങ്കിലും ഏമാന്മാരുടെ അയസിയിട്ടുള്ള പറക്കൽ കണ്ട് ഈ പറയുന്ന അടിയാളത്തുങ്ങൾക്ക് കണ്ടൊന്ന് രസിക്കാം, ഉൾപ്പുളകം കൊള്ളാം. ഇവരുടെ ഈ തിറയാട്ടം കാണുമ്പോൾ ഓർത്തുപോണ മറ്റൊരു സംഗതിയുണ്ട്. കേന്ദ്രത്തിൽ കുറെ മന്ത്രിമാരുണ്ട്. ഈ ഇന്ത്യ മഹാരാജ്യം 140 കോടി ജനങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാർ. പ്രധാനമന്ത്രി അങ്ങോട്ട് മാറ്റിവെക്കാം, അദ്ദേഹത്തിന്റെ സുരക്ഷയും അദ്ദേഹത്തിന്റെ വാഹനങ്ങളും മാറ്റിവെക്കാം. മറ്റുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാർക്കും മറ്റുള്ളവർക്കും എല്ലാം, അല്ലെങ്കിൽ മറ്റു മേഖലയിലെ ആൾക്കാർ 10, 12, 15 ലക്ഷം രൂപ പരമാവധി. ഒരു ഹോണ്ട സിറ്റി, അതിലപ്പുറത്തേക്ക് ആരും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു MLA-ക്ക് ഉപയോഗിക്കാൻ, അതുമല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇന്നോവ ക്രിസ്റ്റയിൽ താഴെ വേറൊരു വാഹനം എടുക്കില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ ഇന്നോവ വേണമെന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് മിനിമം 30 ലക്ഷം രൂപയെങ്കിലും വിലയുള്ള വാഹനങ്ങളിൽ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് ഇരുന്നാൽ മൂടറയ്ക്കുള്ളൂ, അവർക്ക് മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നാൽ കേരളത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ കഥ എന്താണെന്നറിയോ? ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? വയനാടിന്റെ പുനരുദ്ധാരണം, അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, അതുപോലെ ശമ്പള കുടിശ്ശിക എല്ലാം അവിടെ കിടക്കട്ടെ, ഇതെല്ലാം കിടക്കട്ടെ. ഞങ്ങൾ മൂക്കുമുട്ട തിന്നും, അങ്ങനെ തിന്നൊരു ഏമ്പക്കം വിടും, എന്നിട്ട് കിയയിലും കാർണിവലും എല്ലാം മലർന്നു കിടന്ന് വളിവിട്ട് രസിക്കും. അതൊക്കെ കണ്ട് നിങ്ങൾ നോക്കിക്കണ്ട് വെള്ളമിറക്കിയാൽ മതി എന്നാണ്. നടക്കട്ടെ. Different angles. Don't forget to subscribe and support this channel.